23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നാളെ ഇന്ത്യയിൽ എത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. രാഷ്ട്രപതി ഭവനിലെ വിരുന്നിലും പുടിൻ പങ്കെടുക്കും. എന്തായാലും വളരെ ലോകം ഉറ്റുനോക്കുന്ന ഒരു സന്ദർശനമായിരിക്കും പുടിൻ്റേത്. പ്രത്യേകിച്ച് ഈ അമേരിക്ക നടത്തിയ ശ്രമം പരാജയപ്പെട്ടു യുക്രൈനും റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ. വിനിത വിജി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. വിനിത, ഗുഡ് മോർണിംഗ്. വിനിത, പറയൂ. ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു സന്ദർശനം തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റേത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നത്. നാളെ അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തിച്ചേരും. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് അദ്ദേഹത്തെ സ്വീകരിക്കുകയും രാഷ്ട്രപതി ഭവനിൽ പ്രത്യേക വിരുന്നൊരുക്കുകയും ചെയ്യും. വിനീത വിജയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടത്. ചെറിയൊരു കണക്ഷൻ പ്രശ്നം ഡൽഹിയിലുണ്ട്. ഡൽഹി നല്ല മഞ്ഞുമാണ്. ഈ മഞ്ഞത്തിറങ്ങി നിൽക്കുന്ന സമയത്ത് കണക്ഷൻ കിട്ടിയില്ലെങ്കിൽ ആകെ നമ്മുടെ ജീവിതത്തിൻ്റെ കണക്ഷനായിരിക്കും പോവുക. എന്തായാലും വിനീത നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരും സെക്കൻഡുകൾക്കകം. വിനീത, പറഞ്ഞോളൂ. വിനീത, കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ നാളത്തെ സന്ദർശനം ലോകം ഉറ്റുനോക്കുകയാണ്. പ്രത്യേകിച്ച് അമേരിക്കയുടെ ഇടപെടൽ കൊണ്ട് പ്രയോജനമുണ്ടായില്ല എന്ന് വരുന്നൊരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ കരുത്തും ഇന്ത്യയുടെ സൗഹൃദത്തിൻ്റെ ഊഷ്മളതയും ഒക്കെ പ്രകടമാകുന്ന ഒരു മീറ്റിംഗ് ആയിരിക്കും നാളെ പ്രധാനമന്ത്രിയുമായിട്ടൊക്കെ അദ്ദേഹം ചെയ്യുക. പറയൂ. തീർച്ചയായും എസ്കേൻ, അങ്ങനെ തന്നെയാണ്. ലോകരാജ്യങ്ങളടക്കം ഉറ്റുനോക്കുന്ന ഒരു സന്ദർശനം തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റേത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിച്ചേരുന്നത്. നാളെ അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തും. തുടർന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അദ്ദേഹത്തെ സ്വീകരിക്കുകയും രാഷ്ട്രപതി ഭവനിൽ റഷ്യൻ പ്രസിഡന്റിന് പ്രത്യേക വിരുന്നൊരുക്കുകയും ചെയ്യും. അതിനുശേഷം അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കൂടിക്കാഴ്ച നടത്തും. പ്രാദേശിക ആഗോള വിഷയങ്ങളെല്ലാം ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. ഒപ്പം തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടിക്രമങ്ങളും ഒപ്പം തന്നെ തന്ത്രപരമായിട്ടുള്ള ചില നീക്കങ്ങളും ഒക്കെ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. റഷ്യ ഉക്രൈൻ സംഘർഷത്തിന് ശേഷമുള്ള പുടിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനം കൂടിയാണിത്. ഒപ്പം തന്നെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ അമേരിക്ക ഇന്ത്യക്ക് മേൽ അധിക തീരുവ ഏർപ്പെടുത്തിയ വിഷയം ഉൾപ്പെടെ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എസ് കെ. താങ്ക് യു വിനീത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.